കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിധിയെ അഖിൽ പരിഹസിച്ച് അപമാനിച്ചതറിഞ്ഞ് ദേഷ്യം സഹിക്കാനാവാതെ സുധീഷും കൂട്ടരും അഖിലിനെ ചോദ്യം ചെയ്യാനായി കവലയിലേക്ക് പോവുകയാ. അവർ ബസ് സ്റ്റോപ്പിലെത്തുമ്പോഴും അഖിൽ അവിടെ ഫ്രണ്ട്സുമായി സംസാരിച്ചിരിക്കുകയായിരുന്നു. അവരെ ഒന്ന് നോക്കി, നിധി ആരാ നിന്നെ അങ്ങനെ വിളിച്ചതെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അവൾ അഖിലിന് നേരെ വിരൽ ചൂണ്ടുമ്പോഴേക്കും അഖിലും പറയുന്നുണ്ട്, അതേടാ ഞാൻ അങ്ങനെ വിളിച്ചത്. അഞ്ജലി 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 നീ എന്ത് ചെയ്യും എന്നവൻ കളിയാക്കി ചോദിക്കെ സുധീഷ് അവൻ അരികിലേക്ക് ചെന്ന് ദേഷ്യത്തോടെ നോക്കി നിന്ന് അവന്റെ കരണ താഞ്ഞടിക്കുകയാ. റോഡിലേക്ക് തെറിച്ചു വീണ അഖിലിനെ അവന്റെ ഫ്രണ്ട്സ് പിടിച്ചെഴുന്നേൽപ്പിക്കുകയാ. അവൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അതേടാ ഇനിയും അങ്ങനെ തന്നെ വിളിക്കും. 5 ആണുങ്ങളുള്ള വീട്ടിലെ ഒരു പെണ്ണ് തനിയെ കഴിയുമ്പോ അങ്ങനെ തന്നെ വിളിക്കും എന്നവൻ ദേഷ്യത്തോടെ പറയേ. ഡാ എന്നലറിക്കൊണ്ട് സുഭാഷ് ഏട്ടനും അങ്ങോട്ട് ഓടി വന്ന് അവന്റെ നെഞ്ചത്തിട്ട് ആഞ്ഞു ചവിട്ടുകയാ. സുഭാഷിനെതിരെ തിരിഞ്ഞ അവന്റെ ഫ്രണ്ട്സിനെ സുഭാഷ് തല്ലി ചതയ്ക്കുകയാ. അങ്ങനെ സുഭാഷും സുധീഷും നികേഷും കൂടി അവർക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട്. അഖിലിനെ പെരുമാറുകയായിരുന്ന സുധീഷിനെ അഖിലിന്റെ ഫ്രണ്ട്സ് വന്ന് പിടിച്ചു വലിച്ച് മാറ്റുമ്പോഴേക്കും സുധീഷ് ചെന്ന് വീഴുന്നത് അങ്ങോട്ടെത്തിയ ഹരീഷിന്റെ ബൈക്കിലായിരുന്നു. ഹരീഷ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും സുധീഷ് ചേട്ടാന്ന് വിളിച്ച് നികേഷ് തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വടിക്കഷ്ണം അവൻ എറിഞ്ഞു കൊടുക്കുക. നിധിയും ദേഷ്യത്തോടെ വിളിച്ച് പറയുന്നുണ്ട്, സുധീഷെ അടിച്ചവന്റെ പല്ല് താഴെയിട്, ഇവൻ ഇതുപോലെ ഇനി ആരോടും പറയരുതെന്ന്. അത് കേൾക്കെ സുധീഷും ഹരീഷും സുഭാഷ് ചേട്ടനും കൂടി അവരെ വീണ്ടും തല്ലി ചതയ്ക്കുകയാ. അഖിലിനിട്ട് കൊടുത്തുകൊണ്ട് സുധീഷ് ചോദിക്കുന്നുണ്ട്, പറയടാ നിധിയോട് ഇനി അങ്ങനെ പറയൂ, നീ പറയൊന്നു പറയടാ എന്ന് പറഞ്ഞ് വീണ്ടും തള്ളി ചതയ്ക്കുമ്പോഴേക്കും ഇല്ല പറയില്ല എന്ന് അഖിലും കിതപ്പോടെ പറയുന്നുണ്ട്. സോറി പറയടാ നിധിയോട്, പോയി സോറി പറയാൻ എന്ന് പറഞ്ഞവൻ അഖിലിനെ നിധിയുടെ കാൽക്കലേക്ക് തള്ളി വീഴ്ത്തുകയാ. സോറി പറയടാ എന്ന് സുധീഷ് വീണ്ടും ഒച്ചവെക്കുമ്പോഴേക്കും അവശതയുടെ കായ്കൂപ്പിക്കൊണ്ട് അവൻ സോറി പറയുന്നുണ്ട് നിധിയോട്. അവൾ അപ്പോഴും അവനെ ദേഷ്യത്തോടെ തന്നെ നോക്കി നിൽപ്പാ. വീണ്ടും സുഭാഷും കൂട്ടരും അവരെ അടിക്കാൻ തുടങ്ങുമ്പോഴാണ് സൈക്കിളിൽ അങ്ങോട്ട് വന്ന അച്ഛനും മോളെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നത്. അച്ഛ എന്ന് വിളിച്ച് നിധി കാര്യങ്ങളെല്ലാം ഭാസ്കറിനോട് പറയുന്നുണ്ട്. എല്ലാം കേട്ടുകഴിഞ്ഞ് അച്ഛനും അവിടെ കൂടി നിൽക്കുന്നവരോടായി, ഡാ നടു റോട്ടിൽ വെച്ച് ഒരു പെൺകുട്ടിയെ നാണം കെടുത്തിയപ്പോ എല്ലാരും കൂടി നോക്കി ചിരിച്ചു നിൽക്കുവല്ലേ, നാണമില്ലടാ നാറികളെ എന്ന് ചോദിച്ച് സുഭാഷിനോടും കൂട്ടരോടുമായി അടിച്ചൊതുക്കടാവന്മാരെ എന്ന് പറഞ്ഞ് അവരുടെ ഇടയിലേക്ക് ചെല്ലുന്നുണ്ട്. ഇനി ഇവിടെ കണ്ടുപോകരുത് പോടാന്ന് പറഞ്ഞ് അഖിലിനെയും ഫ്രണ്ട്സിനെയും ഓടിച്ചു വിടുകയാ സുഭാഷും കൂട്ടരും. അവരുടെ ഓട്ടം കണ്ട് സന്തോഷത്തോടെ നോക്കി നിൽപ്പാൻ നിധിയും. പിന്നീട് വീട്ടിലേക്ക് എത്തിയ നിധിയും കൂട്ടരും ഹാളിലിരുന്ന് അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. സുധീഷ് നിധിയോടായി ചോദിക്കുന്നുണ്ട്, അവൻ ആദ്യം കളിയാക്കിയ സമയത്ത് തന്നെ ഇതൊക്കെ ഞങ്ങളോട് വന്ന് പറയാമായിരുന്നില്ലേ നിധി? പിന്നീട് നികേഷിനെ നോക്കി, എടാ നികേഷെ നിനക്കെങ്കിലും ഞങ്ങളോട് പറയാമായിരുന്നില്ലേ എന്ന് സുധീഷ് ചോദിക്കെ. ഞാൻ അന്നേ അവനിട്ട് 2 എണ്ണം പൊട്ടിക്കണമെന്ന് വിചാരിച്ചതാ, അത് വേണ്ടെന്നും ആരോടും പറയണ്ടെന്നും പറഞ്ഞ വഴക്കാവുമെന്നും പറഞ്ഞ് എന്നെ തടഞ്ഞത് ഏട്ടത്തി തന്നെയാ എന്ന് നികേഷ് പറയെ. സുഭാഷും പറയുന്നുണ്ട്, മോളെ ഇതൊന്നും അങ്ങനെ വെറുതെ വിട്ടുകളയാൻ പാടില്ല. നീ ഒരു വാക്ക് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ചോദിക്കാനുണ്ടെന്ന് അവന് ബോധ്യപ്പെടണം, എന്നാലേ ഇനി മുതൽ അവൻ മര്യാദയ്ക്ക് പെരുമാറൂ എന്ന് ഹരീഷും പറയുന്നുണ്ട്. അന്ന് തന്നെ അവന്റെ വായടച്ച് പൊട്ടിച്ചിരുന്നെങ്കിലേ അവൻ ഇങ്ങനെ പെരുമാറില്ലായിരുന്നു. ഇനി അവൻ ഏട്ടത്തിയുടെ പരിസരത്ത് പോലും വരില്ല എന്ന് ഹരീഷ് പറയെ. എടത്തിക്ക് സങ്കടമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. ഉണ്ടായിരുന്നു, എനിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും കൂടി വന്ന് അവരോട് ചോദിച്ചില്ലേ, അപ്പോ അത് മാറി എന്ന് നിധിയും. ഈ അടി അവർക്കൊരു പാഠമായിരിക്കണം എന്ന് നിധി പറയെ. സുധീഷും ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അവർക്കിട്ട് കൊടുത്തതൊന്നും പോരാന്നാ എനിക്ക് തോന്നുന്നത്, അവന്റെ കൈയും കാലും തല്ലി ഒടിക്കണമായിരുന്നുവെന്ന്. എന്നിട്ട് പോലീസ് കേസാവാനോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ആവട്ടെ, ഞങ്ങൾ അവന്റെ വീട്ടിൽ പോയി സംസാരിച്ചതല്ലേ, അവിടുത്തെ സ്ത്രീകളെ ഒരു മോശം വാക്കെങ്കിലും ഞങ്ങൾ പറഞ്ഞോ? ഇല്ലല്ലോ. ഇവനൊക്കെ ഇങ്ങനെ പറയാൻ എങ്ങനെ ധൈര്യം വന്നുന്നാ? ഞങ്ങളോട് പകരം ചോദിക്കാനാണെങ്കിൽ നേരിട്ട് ഞങ്ങളുടെ അടുത്ത് വരണം, പകരം തന്റെ അടുത്തേക്ക് വന്ന് ആണത്തം കാണിക്കുകയാണോ വേണ്ടത്? എനിക്ക് വന്ന ദേഷ്യത്തിന് അവനെ അങ്ങ് കൊന്നു കളയാനാ തോന്നിയത് എന്നവൻ പറഞ്ഞു നിർത്തുമ്പോഴേക്കും ഹരീഷ് നിധിയുടെ അരികിലേക്ക് ചെന്ന് കൈകൂപ്പി സോറി എന്നോട് ക്ഷമിക്കണമെന്ന് പറയുക. അത് കേട്ട് നിധിയും എഴുന്നേറ്റ് എന്തിന് എന്ന് ചോദിക്കേ. ഞാൻ കാരണമല്ലേ ഏട്ടത്തിക്ക് ഇതൊക്കെ കേൾക്കേണ്ടി വന്നതെന്ന് ഹരീഷും പറയുന്നുണ്ട്. നീ എന്ത് ചെയ്തെന്ന ഹരീഷെ? അങ്ങനെയൊന്നും അല്ലെന്ന് നിധിയും. ഞാൻ നിധുവിനോട് സംസാരിക്കണോണ്ടല്ലേ അവൻ ഏട്ടത്തിയോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത്, എല്ലാം തുടങ്ങി വെച്ചത് ഞാനല്ലേ എന്ന് ഹരീഷ് ടെൻഷനോടെ പറയേ. സുഭാഷും അങ്ങോട്ട് ചെന്ന്, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഹരീഷെ, അങ്ങനെ വിചാരിക്കണ്ട. എടാ നീ നീതുവിനോട് മിണ്ടുന്നു കരുതി അവൻ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഒരു പെൺകുട്ടിയോട് എങ്ങനെയാ സംസാരിക്കേണ്ടതെന്ന് അവൻ അറിയണ്ടേ? അവനും ഒരു അനിയത്തിയുള്ളതല്ലേ, അവളോടും അവൻ ഇങ്ങനെയാണോ പെരുമാറുന്നത്? എടാ അവൻ ഇങ്ങനെ പെരുമാറിയത് അവന്റെ സംസ്കാരവും വളർത്തുദോഷവും, അതിന് നീ എന്ത് ചെയ്യാനാ ഹരീഷെ എന്ന് സുഭാഷേട്ടൻ ചോദിക്കുന്നുണ്ട്. സുധീഷും ഹരീഷിനോടായി, ഹരീഷെ ഇത്രയും മോശമായൊരു കുടുംബത്തിലെ പെൺകുട്ടിയെയാ നീ പ്രേമിക്കുന്നത്, ഇനിയിപ്പോ അവള് നീ വിവാഹം കഴിച്ചാലും അവരിങ്ങനൊക്കെ തന്നെ ആയിരിക്കും പെരുമാറുന്നത്, അതെല്ലാം കേട്ടിട്ട് അപ്പോഴും അടങ്ങിയിരിക്കേണ്ടി വരുമോ നമുക്ക് എന്നവൻ ചോദിക്കുന്നുണ്ട്. സുഭാഷേട്ടനും നിധിയോടായി, മോളെ നീ ഇനി ഇക്കാര്യം മനസ്സിൽ വെച്ച് വിഷമിച്ചിരിക്കണ്ട, നടക്കാൻ പാടില്ലാത്തതായിരുന്നു, എന്നാലും അത് മറന്നേക്ക്,
എന്ന് പറയേ നിധിയും പറയുന്നുണ്ട്, എനിക്കിപ്പോ വിഷമമൊന്നുമില്ല സുഭാഷേട്ടാ. എനിക്കൊരു പ്രശ്നം വന്നാ ചോദിക്കാൻ നിങ്ങളൊക്കെ ഇല്ലേ, അതിൽ പരം എന്താ വേണ്ടത്? അവനത് പറഞ്ഞപ്പോഴേ ആ പല്ലടിച്ച് കൊഴിക്കണമെന്നാ എനിക്ക് തോന്നിയത്. അത് നിങ്ങൾ ചെയ്തില്ലേ, അത് മതി. ഇനി അവൻ ഒരു പെൺകുട്ടിയെ നോക്കി ഇങ്ങനെ സംസാരിക്കരുത്. ഇനി അവൻ അങ്ങനെ പറയാൻ വാ തുറക്കുമ്പോ നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയത് ഓർക്കും. എനിക്കത് മതി എന്നവൾ പുഞ്ചിരിയോടെ പറയേ എല്ലാവരും അത് കേട്ട് സന്തോഷത്തോടെ ചിരിക്കുകയാ. അവിടെ നീതു തന്റെ വീട്ടിൽ ടിവിയിൽ ഒരു തമിഴ് സോങ്ങും കണ്ട് ആസ്വദിച്ചിരിക്കുമ്പോഴാണ് അമ്മ അങ്ങോട്ട് വന്ന് ആ ടി വി ഓഫ് ചെയ്യുന്നത്. നീതു ദേഷ്യത്തോടെ, നിങ്ങൾക്കിത് എന്താ അമ്മേ, ടി വി കാണാനും പാടില്ലേ എന്ന് ചോദിക്കേ, നീ എന്താ മനസ്സിൽ കാണുന്നതെന്ന് എനിക്കറിയാം. ഇരുന്ന് സ്വപ്നം കാണാതെ പോയി അടിച്ചു വാരി തുടക്കടി എന്നമ്മ ദേഷ്യത്തോടെ പറയുന്നുണ്ട്. നാശം എന്ന് പറഞ്ഞവൾ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും കുടുംബത്തിൽ നിന്ന് പ്രാഗ്യാലുണ്ടല്ലോ, കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും എന്നമ്മ ദേഷ്യത്തോടെ പറയുമ്പോഴാണ് അഖിൽ തന്റെ വണ്ടിയിൽ അങ്ങോട്ട് എത്തുന്നത്. മുറ്റത്ത് വണ്ടി നിർത്തി അവശതയോടെ അവൻ നടന്നു വരുന്നത് കണ്ട് നീതുവിന്റെ അമ്മ അങ്ങോട്ട് ഓടിച്ചെന്ന്, അയ്യോ മോനെ എന്തു പറ്റിയടാ എന്ന് പരിഭ്രമത്തോടെ ചോദിക്കേ അഖിൽ എന്തോ പറയാനായി വാ തുറക്കുന്നുണ്ടെങ്കിലും വേദന കൊണ്ടവന് പറയാൻ കഴിയുന്നില്ല. മിണ്ടാൻ പറ്റുന്നില്ലേ ഈശ്വര, അയ്യോ എന്റെ കുഞ്ഞിനെ എന്ന് പറഞ്ഞ് അമ്മ അവനെ അകത്തേക്ക് പിടിച്ച് നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. നീതുവും അവരെയും ശ്രദ്ധിച്ച് നോക്കി നിൽപ്പാ. അവനെ പിടിച്ചുകൊണ്ടുവന്ന് ഹോളിലെ ചെയറിലേക്ക് ഇരുത്തുമ്പോഴേക്കും നോക്കി നിൽക്കാതെ കുറച്ച് വെള്ളം എടുത്തു കൊണ്ടുവാടി എന്ന് നീതുവിനോടായി പറയുന്നുണ്ടമ്മ. അവൾ വെള്ളമെടുക്കാനായി പോകുമ്പോഴേക്കും അച്ഛനും അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ മോനെ പറ്റിയത്, എന്ത് പറ്റിയടാ എന്നച്ഛൻ ചോദിക്കുമ്പോഴേക്കും നീതു വെള്ളവുമായി വരുന്നുണ്ട്. അവൻ വെള്ളം വാങ്ങി കുടിക്കുമ്പോഴേക്കും അമ്മ ടെൻഷനോടെ ചോദിക്കുന്നുണ്ട്, നീ ബൈക്കിൽ നിന്നെങ്ങാനും വീണോ മോനെ, ആകെ പൊട്ടിയിട്ടുണ്ടല്ലോ, ചോരയൊക്കെ വരുന്നുണ്ട്, നിന്നോട് സൂക്ഷിച്ച് ഓടിക്കണമെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാ, നീ വാ നമുക്ക് ആശുപത്രി പോവാമെന്ന് പറഞ്ഞ് അമ്മ വിളിക്കെ, ബൈക്കിൽ വീണതാണെന്ന് ഞാൻ പറഞ്ഞോ, എനിക്കെന്താ ബൈക്ക് ഓടിക്കാൻ അറിയാത്തോണ്ടാ എന്നകിലും ചോദിക്കുന്നുണ്ട്. എടാ ഇങ്ങനെ അടി പറ്റിയത് എങ്ങനെയാ പറ എന്ന് അവന്റെ അച്ഛനും ചോദിക്കുക. അവൻ ദേഷ്യത്തോടെ നീതുവിന് നേരെ വിരൽ ചൂണ്ടി, എല്ലാം ഇവള് കാരണമാ എന്ന് പറയേ, ഞാനെന്ത് ചെയ്തു എന്ന് അമ്പരപ്പോടെ നീതുവും. നീ പ്രേമിക്കുന്ന ആ തെണ്ടിയില്ലേ, അവനും അവന്റെ ചേട്ടന്മാരും കൂടിയാ എന്നെ തല്ലിയത് എന്നകിൽ പറയേ, ദേ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കല്ലേ, അവരെന്തിന് നിങ്ങളെ തല്ലണം, വല്ലയിടത്തും പോയി തല്ല് വാങ്ങിയിട്ട് അവരുടെ തലയിൽ കെട്ടിവെക്കണ്ട എന്ന് നീതു പറയുന്നത് കേൾക്കെ ദേഷ്യത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട്, ഒന്ന് തന്നാലുണ്ടല്ലോ, ദേഷ്യം വന്ന് ഭ്രാന്തെടുത്ത് നിൽക്കാ ഞാൻ, അതിനുള്ളത് കൂടി നിനക്ക് കിട്ടും എന്ന് ഒച്ചവെക്കേ, നീ അവിടെ ഇരിക്കുമോനെ എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും വീണ്ടും അവനെ കസേരയിൽ പിടിച്ചിരുത്തുകയാ. അവശതയോടെ അവൻ അങ്ങോട്ടിരിക്കുമ്പോഴേക്കും, ഇത്രയൊക്കെ പറ്റണമെങ്കിൽ അവരെല്ലാരും കൂടി എന്റെ കുട്ടിയെ ചതച്ചു കാണും, നിങ്ങൾ കണ്ടില്ലേ മഹാപാപികള് എന്റെ കുട്ടിയെ കൊല്ലാറാക്കി എന്ന് നീതുവിന്റെ അമ്മ സങ്കടത്തോടെ പറയേ, അവര് നിന്നെ വന്ന് തല്ല മാത്രം ആളായോ, ഒരു പ്രശ്നവും നമ്മളായിട്ടുണ്ടാക്കണ്ടെന്ന് കരുതിയാ ഇങ്ങോട്ട് വന്ന് മെക്കിട്ട് കയറ്, നിനക്കെന്താ ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് കരുതിയോ എന്നൊക്കെ അച്ഛൻ പറയേ, വർത്താനം പറഞ്ഞു നിൽക്കാതെ നിങ്ങൾ വണ്ടി എടുക്കും മനുഷ്യ, ഇവനെ ആശുപത്രി കൊണ്ടുപോകണമെന്ന് അമ്മയും പറയുന്നുണ്ട്. അവരടിക്കാൻ മാത്രം അഖിലേട്ടൻ എന്താ ചെയ്തേ എന്ന് നീതു ചോദിക്കുന്നത് കേൾക്കെ ദേഷ്യത്തോടെ വീണ്ടും അവിടെ നിന്ന് എഴുന്നിട്ടുകൊണ്ട്, അടിച്ച് ഷേപ്പ് മാറ്റും ഞാൻ എന്ന് പറഞ്ഞ് അവളുടെ നേരെ ചെല്ലുന്നുണ്ടാക്കി. നീ അവിടെ ഇരിക്കുമോനെ എന്നച്ഛൻ ആശ്വസിപ്പിക്കേ, ചോദിക്കുന്നത് കേട്ടില്ല അച്ഛാ, അവര് വന്നെന്നെ തല്ലിന്ന് പറഞ്ഞപ്പോ ഞാൻ അവരെ എന്താ ചെയ്തെന്ന് എന്നകിൽ ദേഷ്യത്തോടെ പറയേ, എന്തെങ്കിലും പറയോ ചെയ്യോ ചെയ്യാതെ അവര് കൂട്ടായിട്ട് വന്ന് അടിച്ചെന്ന് പറയുമ്പോ അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് നീതുവും പറയുകയാ. അമ്മയും ദേഷ്യത്തോടെ വായടക്കിടി, നിനക്കല്ലെങ്കിലും കൂടപ്പിറപ്പിനെക്കാളും വലുത് അവനാണല്ലോ എന്ന് പറയേ, എന്റെ അനിയത്തിയുടെ പുറകെ ഇനി ചുറ്റിക്കറങ്ങാൻ നിൽക്കരുതെന്ന് പറഞ്ഞതിനാ അവരെല്ലാം കൂടി കൂട്ടം കൂടി തല്ലി എന്നെ ഇങ്ങനെ ആക്കിയത്, എന്നിട്ട് നിനക്ക് ഞാൻ അടി വാങ്ങിച്ചതിലല്ല പ്രശ്നം, അവര് ഞാൻ എന്തോ പറഞ്ഞു എന്നുള്ളതാ ഇവളുടെ ടെൻഷൻ എന്നകിൽ പറയുന്നുണ്ട്. അതുകൾക്ക് അമ്മയും ദേഷ്യത്തോടെ, അതെ ഇനി ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം, നിനക്ക് ആരുമില്ലാത്തവരാണെന്ന് അവർ കരുതണ്ട എന്ന് പറഞ്ഞ് വീടിന് പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന് നാട്ടുകാരെയെല്ലാം വിളിക്കുകയാ. എടാ അശോക, എടാ രവി എന്നൊക്കെ വിളിക്കുമ്പോഴേക്കും അവരങ്ങോട്ട് വന്ന്, എന്താ ചേച്ചി എന്ന് ചോദിക്കേ, എടാ ഒന്ന് വന്ന് നോക്കടാ, നമ്മുടെ അഖിലിനെ തല്ലി തമ്പോറാക്കിയിരിക്കുക എന്നവർ പറയേ, ആരെ എന്നവരും ചോദിക്കുന്നുണ്ട്. ആ ഭാസ്കറിന്റെ മക്കള്, നിങ്ങളൊന്ന് വന്ന് നോക്കിയേ, അടികൊള്ളാത്ത ഒരു സ്ഥലം പോലും ഇല്ല ചെക്കന്റെ ശരീരത്തില്, വന്നേന്ന് പറഞ്ഞ് അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാ നീതുവിന്റെ അമ്മ. അവിടെ നീതുവിന്റെ അച്ഛനും എഴുന്നേൽക്ക് വാ ആശുപത്രി പോവാം എന്ന് പറഞ്ഞ് അഖിലിനെ വിളിച്ചുകൊണ്ടിരിക്കുക. നീതുവിന്റെ അമ്മയുടെ കൂടെ വന്നവരും അങ്ങോട്ട് വന്ന് അഖിലിനോടായി, എന്താടാ ഇത്, എന്ത് പറ്റിയതാ എന്ന് ചോദിക്കേ, ആ തെണ്ടി പിള്ളേര് കാരണം എന്റെ മകൻ ഇവിടെ നിൽക്കാൻ പറ്റാതായി എന്ന് നീതുവിന്റെ അമ്മയും പറയുകയാ. അത് കേട്ടവരും ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല, ആ തല്ലിപ്പൊളി ടീമുമായിട്ട് നീ എന്തിനാടാ വഴക്കിന് പോയത് എന്ന് ചോദിക്കേ നീതുവിന്റെ അമ്മ പറയുന്നുണ്ട്, ഇവൻ അങ്ങോട്ട് പോയതല്ല, അവരിങ്ങോട്ട് വന്ന് വഴക്കുണ്ടാക്കിയതാണെന്ന്, എന്നാ പിന്നെ പോലീസിൽ പരാതി കൊടുക്കണമെന്ന് അവർ പറയേ. അതെ, അവരെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിട്ടെ ഇതിനുള്ളത് വാങ്ങിച്ചു കൊടുക്കണം, നിന്റെ ഒരു കൂട്ടുകാരനില്ലേ സ്റ്റേഷനില്, അയാളെ വിളിച്ച് പറ, ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ എന്നമ്മ ദേഷ്യത്തോടെ പറയേ. നീതുവും ചോദിക്കുന്നുണ്ട്, അമ്മ ഇത് എന്ത് ഭാവിച്ചിട്ടാ, എന്താണ് ഉണ്ടായെന്ന് നമുക്കറിയില്ല, അപ്പോഴേക്കും പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് പോവാൻ നിൽക്കണോ എന്ന് ചോദിക്കേ അവളുടെ അമ്മയും പറയുന്നുണ്ട്, നീ മിണ്ടരുത്, നീ ഒറ്റയാള് കാരണമായി ഇതൊക്കെ ഉണ്ടായത് അറിയാലോ എന്ന് പറഞ്ഞ് നിങ്ങൾ വണ്ടി എടുക്കുന്ന അഖിലിന്റെ അച്ഛനോടായി പറഞ്ഞ് അഖിലിനെയും കൂട്ടി പോവുകയാ അവർ. ചന്ദ്രന്റെ ഓട്ടോയിൽ അവരെത്തുന്നത് കിളിക്കൂട്ടിലേക്കാണ്. കൂടെ കൗൺസിലറും ഉണ്ട്.
ഓട്ടോന്നിറങ്ങിയ നീതുവിന്റെ അമ്മ അവരെ ഇങ്ങോട്ട് വിളിക്ക് എന്ന് ദേഷ്യത്തോടെ അവന്റെ അച്ഛനോടായി പറയുന്നുണ്ട്. അദ്ദേഹം ഇറങ്ങിച്ചെന്ന് എടാ സുഭാഷേ പുറത്തേക്ക് വാടാ, എടാ സുഭാഷേ പുറത്തേക്ക് വരാനാ പറഞ്ഞത്, ഇറങ്ങി വാടാ ഇങ്ങോട്ട് എന്നൊക്കെ വിളിച്ചു പറയുന്നത് കേൾക്കെ ഹോളിലേക്ക് വന്ന സുഭാഷും അവരെ ശ്രദ്ധിച്ചുകൊണ്ട് ആഹാ കൗൺസിലറും ഉണ്ടല്ലോ എന്ന് പറയേ സുഭാഷ് ഏട്ടാ ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞ് സുധീഷ് പോവാൻ തുടങ്ങുന്നുണ്ട്. അവനെ തടഞ്ഞ് വേണ്ട ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് സുഭാഷും പുറകെ സുധീഷും ഹരീഷും മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. കൂടെ പോവാൻ തുടങ്ങിയ നിധിയെ എടതി ഇപ്പൊ പോവേണ്ടെന്ന് പറഞ്ഞ് നികേഷ് തടഞ്ഞു നിർത്തുകയാണ്. സുഭാഷും കൂട്ടരും അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് കൗൺസിലറോടായി ബാബു സാറേ നമസ്കാരം, എന്താ ഇങ്ങോട്ട് എന്ന് ചോദിക്കേ. നമസ്കാരോ, ഒരാളെ സംഘം ചേർന്ന് അടിച്ച് നിലംപരിശാക്കിയിട്ട് അത് ചോദിക്കാൻ വന്നപ്പോ നമസ്കാരം പറയുന്നു എന്ന് കൗൺസിലർ ചോദിക്കുമ്പോഴേക്കും സൈക്കിളിൽ ഭാസ്കരനും അങ്ങോട്ട് എത്തുന്നുണ്ട്. അവന്റെ മുഖം നോക്കിയേ, എന്താ ഈ നാട്ടിൽ ചോദിക്കാൻ ആളില്ലെന്ന് കരുതിയോ എന്ന് കൗൺസിലർ ചോദിക്കുന്നവൾക്ക് ഭാസ്കരനും ഇടോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി വീട് കയറി ചോദിക്കാൻ ഇറങ്ങുന്നതാണോ കൗൺസിലറുടെ പണി? ആ ലക്ഷം വീട് കോളനിയിലേക്കുള്ള കുടിവെള്ളം മുട്ടിയിട്ടെ 4 ദിവസമായി, ഇതുവരെ വെള്ളം വന്നിട്ടില്ല. ആ കവലയ്ക്കടുത്തുള്ള പുതിയ ഫ്ളാറ്റിലെ അവിടുത്തെ കക്കൂസ് മാലിന്യം ഒലിച്ചു വരുന്നത് പൊതു കിണറ്റിലേക്കാ. ആദ്യം അതൊക്കെ പോയി ശരിയാക്കിയിട്ട് വാ. കൗൺസിലറെ എന്ന് ഭാസ്കരൻ പരിഹസിക്കെ എന്റെ ജോലി എന്ത് വേണമെന്ന് താൻ പഠിപ്പിക്കണ്ട, എനിക്കറിയാം ഇവർ എന്റെ ഏരിയയിലെ ആൾക്കാരാ, ഇവർക്ക് എന്തേലും വന്നാലേ ഞാൻ തന്നെ വന്നു നിൽക്കും എന്ന് പറയേ ഓ താൻ നിൽക്കോ ഇരിക്കോ കിടക്കോ എന്താന്ന് വെച്ചാ ചെയ്തോ, പക്ഷേ അതെന്റെ വീടിന്റെ മുന്നിൽ വേണ്ട, അത്രയേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് ഭാസ്കരനും പറയുന്നുണ്ട്. അത് കണ്ട് നീതുവിന്റെ അമ്മയും കണ്ടില്ലേ ഒരു കൗൺസിലർ ആണെന്ന വല്ല നോട്ടമുണ്ടോ, സംസാരിക്കുന്ന കണ്ടില്ലേ ബാബു സാറേ എന്ന് പറയുന്നതുകൾക്ക് ഭാസ്കരനും PLFലെ രാജേന്ദ്രനെ നാട്ടുകാർക്ക് കുഴിമന്തി വാങ്ങിക്കൊടുത്ത് വോട്ട് ചെയ്ത് തോൽപ്പിച്ചവനാ ഈ ബാബു സാറ്, മഹത്വമൊന്നും എന്നോട് വിളമ്പണ്ടെന്ന് വീണ്ടും പുച്ഛത്തോടെ പറയുന്നുണ്ട്. ഞങ്ങൾ വെറുതെ നിങ്ങളോട് വഴക്കുണ്ടാക്കാൻ വന്നതല്ല, നിങ്ങളുടെ എല്ലാവരുടെയും പേരിലെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന് നിതുവിന്റെ അമ്മ പറയേ ഓഹോ അത് നന്നായി എന്ന് ഭാസ്കരനും. ഇപ്പൊ വരും വണ്ടിയായിട്ട് എല്ലാരെയും കൊണ്ട് അകത്തിടാൻ, എന്റെ മോനെ തല്ലി തമ്പോറാക്കിയിട്ടെ അങ്ങനെ രക്ഷപ്പെടാമെന്ന് നിങ്ങൾ ആരും കരുതണ്ട, എല്ലാവർക്കുള്ളത് വെച്ചിട്ടുണ്ടോ ഞാൻ എന്ന് നീതുവിന്റെ അമ്മ ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ഓ നിന്റെ മോൻ പിന്നെ വലിയ കളക്ടർ അല്ലേ, വൃത്തികെട്ടവൻ എന്ന് ഭാസ്കരനും. ദേ വൃത്തികെട്ടവരെ നിങ്ങളുടെ ഈ മക്കളാ, എന്റെ മകളുടെ ജീവിതം ഇവൻ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴേ അത് കേട്ട് ഇവൻ മിണ്ടാതിരിക്കണോ, അത് ചോദിച്ചതിന് ഇവരെല്ലാരും കൂടി എന്റെ മകനെ എന്താ ചെയ്തതെന്ന് കണ്ടില്ലേ, മനുഷ്യനെ അടിക്കുന്നത് പോലെയാണോ തല്ലിയത്, പേപ്പട്ടി അടിക്കുന്നത് പോലെ കൂട്ടം കൂടി തല്ലി ചതച്ചത് കണ്ടില്ലേ എന്ന് നീതുവിന്റെ അമ്മ ചോദിക്കെ പേ ഇളകിയ പട്ടിയെ തല്ലി കൊല്ലുന്നത് തന്നെയാ നല്ലതെന്ന് ഭാസ്കരനും. അത് കേട്ട് നീതുവിന്റെ അമ്മയും കേട്ടില്ല സാറേ ഇയാൾ പറയുന്നത് കേട്ടില്ലേ എന്ന് ചോദിക്കെ നിങ്ങൾ മിണ്ടാതിരിക്കെ ഞാൻ സംസാരിച്ചോളാം എന്ന് കൗൺസിലർ ദേഷ്യം ചോദിക്കുന്നുണ്ട്. എന്ത് സംസാരിക്കാനാ സാറേ, ഞങ്ങൾ ഇവനെ തല്ലിയത് വെറുതെ ഒന്നുമല്ല, എന്റെ ഭാര്യയെ നടു റോഡിൽ വെച്ച് ഇവൻ എന്താ പറഞ്ഞെന്ന് ചോദിച്ചു നോക്ക്, ആ അനാവശ്യം കേട്ട് പിന്നെ ഞങ്ങൾ മിണ്ടാതിരിക്കണമെന്നാണോ, ദേ അവൻ ഇപ്പോഴും ജീവനുണ്ടല്ലോ എന്നോർത്ത് നിങ്ങൾ സന്തോഷിക്കാൻ നോക്ക്, പറഞ്ഞില്ലെന്ന് വേണ്ട എന്നവൻ പറഞ്ഞു നിർത്തേ നീതുവിന്റെ അച്ഛനും കണ്ടില്ലേ സാറേ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ഒരാളെ കൊന്നു കളയുമെന്ന് പറഞ്ഞ ചങ്കൂറ്റം കണ്ടില്ലേ എന്ന് ചോദിക്കേ ഭാസ്കരനും സുധീഷിനോടായി എടാ സുധീഷേ ഇനി ഇവര് പറയുന്ന പോലെ പോലീസുകാര് വന്നാലേ പോകുന്ന പോക്കിൽ ഇവന്റെ കൈയും കാലും കൂടി അങ്ങ് തല്ലി ഒടിച്ചേക്കണം, കൈക്കോട്ടിടാൻ വേണ്ടി വാങ്ങിയ പുതിയ തായെ അവിടെ ഇരിപ്പുണ്ട്, ഇവിടുത്തെ മരുമകളെ അപഹസിച്ചിട്ട് അവൻ അങ്ങനെ 2 കാലിൽ നടക്കണ്ട എന്നച്ഛൻ പറയുന്നത് കേട്ട് പുഞ്ചിരിയോടെ നിൽപ്പാ സുധീഷും ഹരീഷുമെല്ലാം. കൗൺസിലറും ചോദിക്കുന്നുണ്ട് എന്ത് കാര്യത്തിനാ സുഭാഷേ നിന്റെ അച്ഛൻ വർത്താനം പറയുന്നത്, ഞാനിവിടെ വന്നു നിൽക്കുന്നുണ്ടെന്നുള്ള ഒരു വിചാരമെങ്കിലും വേണ്ടേ, നിന്റെ അനിയൻ കൊല്ലുമെന്ന് പറയുന്നു, അച്ഛൻ കാല് തല്ലിയൊടുക്കാൻ പറയുന്നു, എന്താ നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നേ എന്ന് ചോദിക്കേ സുഭാഷും പറയുന്നുണ്ട്. എന്താ നടന്നതെന്നറിയാതെ ഇവര് പറയുന്നത് മാത്രം കേട്ട് ഇവരുടെ ഭാഗം പിടിച്ച് സംസാരിക്കാൻ നിക്കല്ലേ സാറേ. സുധീഷും പറയുകയാ ചേട്ടനൊന്നും മിണ്ടാതിരുന്നേ, ചെയ്യാനുള്ളതെല്ലാം അവര് ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ കൗൺസിലറേയും കൂട്ടി വന്നാൽ നമ്മളെന്താ പേടിച്ചിരിക്കണമെന്നാ, കൊള്ളാലോ. അത് കേട്ട് നീതുവിന്റെ അച്ഛനും സംസാരിക്കുന്ന കേട്ടില്ലേ, ഇവനോടൊന്നും മര്യാദ പറഞ്ഞാൽ പറ്റില്ല, അടിച്ച് നിന്റെ തല തല്ലി പൊളിക്കുമെടാ എന്ന് പറഞ്ഞ് കൈ ഉയർത്തി സുധീഷിന് നേരെ വരുമ്പോഴേക്കും സ്റ്റെക്ക് എന്ന് പറഞ്ഞ് വിരൽ ചൂണ്ടി തടയുന്നുണ്ട് ഭാസ്കരനും. അത് വേണ്ട വേണ്ട മാറി നിൽക്ക് എന്ന് ഭാസ്കരൻ തടയേ ചന്ദ്രനൊന്നും മിണ്ടാതിരിക്കെ ഞാൻ സംസാരിച്ചോളാം എന്ന് കൗൺസിലറും. അത് കേൾക്കെ ഭാസ്കരനും പറയുന്നുണ്ട് സംസാരിക്കുന്നതൊക്കെ കൊള്ളാം, വേഷം കിട്ടെടുത്ത അടുത്ത 6 മാസത്തേക്ക് ഓട്ടോ ഓടിക്കാൻ ചന്തി ഉറപ്പിച്ചിരിക്കാൻ പറ്റില്ല ചന്ദ്ര, അതോർത്തോ നീയെന്ന്. അത് കേട്ട് ദേഷ്യത്തോടെ നീതുവിന്റെ അമ്മയും ബാബു സാറേ കേട്ടില്ലേ ഇവന്മാരുടെ കൂട്ടത്തിൽ ഇയാളെ പിടിച്ച് ജയിലിൽ കൊണ്ടിടണം, അതാ വേണ്ടത് എന്ന് പറയേ ഭാസ്കരനും വാ ജയില് പിന്നെ നിന്റെ തന്ത ഈ ഓട്ടോക്കാരൻ കെട്ടിയോന് സ്ത്രീധനമായി കൊടുത്തതാണല്ലോ, നിനക്ക് ഇഷ്ടമുള്ളവരെയൊക്കെ അങ്ങ് കൊണ്ട് തള്ളാൻ എന്ന് പറയാതെ മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് അഖിലും വിളിച്ച് പറയുന്നുണ്ട്. ഡാ മിണ്ടരുത്, വായടക്കിട നാറി, പെൺകുട്ടികളോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിച്ചില്ലെങ്കിലേ ആൺകുട്ടികളുടെ കൈയിന്റെ ചൂടറിയും നീ, അതും വാങ്ങി മിണ്ടാതെ മര്യാദയ്ക്ക് ജീവിച്ചോണം, അതല്ലാതെ വീട്ടിൽ പോയി അമ്മയെയും അച്ഛനെയും കുഴിമന്തി കൗൺസിലറെയും കൂട്ടിക്കൊണ്ടല്ല വരേണ്ടത് എന്ന് ഭാസ്കരൻ പറയുന്നത് കേൾക്കെ ദേഷ്യത്തോടെ ഭാസ്കര മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് കൗൺസിലറും പറയുന്നുണ്ട്.
തനിക്ക് മര്യാദ ഉണ്ടായിരുന്നെങ്കിലേ ഇത് കേട്ട ഉടനെ ചാടി ഇറങ്ങി പുറപ്പെടുമായിരുന്നു. കൗൺസിലറെ എന്ന് പുച്ഛത്തോടെ ഭാസ്കരൻ ചോദിക്കേ, ഞങ്ങൾ വന്നതിന്റെ കാര്യം എന്താന്നേ ഇപ്പൊ അറിയാം. പോലീസ് ഇപ്പൊ എത്തുമെന്ന് നിധുവിന്റെ അച്ഛൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഓ, ആഭ്യന്തര വകുപ്പ് പിന്നെ നിന്റെ അമ്മായിയപ്പന്റെ കയ്യിലായതുകൊണ്ട് നീ പറയുന്ന പോലെ പോലീസ് അങ്ങ് പെരുമാറുമല്ലോ. ഒന്ന് പോടാപ്പാ എന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും പോലീസ് അങ്ങോട്ടെത്തുകയാ. അത് കണ്ട് നിധിയും പുറത്തേക്ക് പോവാൻ ഒരുക്കുമ്പോഴേക്കും നികേഷ് വീണ്ടും തടഞ്ഞ് എടത്തി വേണ്ട, ആ ബഹളത്തിലേക്ക് എഴുതി ചെല്ലണ്ട എന്ന് പറയുന്നുണ്ട്. CI പോലീസുകാരെയും കൂട്ടി അങ്ങോട്ട് വന്ന് എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട് കൗൺസിലറോട്. കൗൺസിലറും ഈ ഫാമിലി ഒരു തല്ലിപ്പൊളി ഫാമിലിയാ സാറേ. കവലയിൽ വെച്ചതാ ഈ ചെറുക്കനെ തല്ലി ചതച്ചു. എന്താ കാര്യമെന്ന് ചോദിക്കാൻ വന്നപ്പോ എന്റെ മെക്കിട്ട് കയറാൻ വരുവാ എന്ന് കൗൺസിലർ പറഞ്ഞു നിർത്തേ. കുഴിമന്തി കൗൺസിലർ എന്ന് വിളിച്ച് ഈ ബാബു സാറെ നാണം കെടുത്തി സാറേ എന്ന് ചന്ദ്രനും വിളിച്ച് പറയുന്നുണ്ട്. കൗൺസിലർ വീണ്ടും പറയുന്നുണ്ട്, ഒത്തുതീർപ്പാക്കാൻ വന്നപ്പോ ഇവരുടെ ഹുങ്ക് കൂടി സഹിക്കണമെന്നായി. ജയിലിൽ പോയാലേ ഇവരൊക്കെ പഠിക്കൂവെന്ന്. അതെ, അതാദ്യം ചെയ്യണം സാർ എന്ന് നിധുവിന്റെ അമ്മ വിളിച്ചു പറയുന്നത് കേട്ട് ടെൻഷനോടെ നിൽക്കുന്ന നിധിയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.